എല്ലാവർക്കും നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററാണ്. അതായത് യൂണിറ്റ് 3, മൂന്നാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണിത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടണിയിലും സോളജിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മനുഷ്യൻ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടത്തേക്ക് വരുമ്പോൾ, നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ, നമ്മുടെ മോളിക്യൂൾസിൻ്റെ ഒക്കെ എല്ലാ മോളിക്യൂൾസിൻ്റെ ബേസിക് യൂണിറ്റ് വെച്ചാൽ എലമെൻറ്റ്സ് ആണ്. സോ എലമെൻറ്റ്സിന് കെമിസ്ട്രിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അനിമൽസിനും നമ്മുടെ ഓർഗാനിസത്തിനൊക്കെ ക്ലാസിഫൈ ചെയ്തതുപോലെ എലമെൻസിനെയും ക്ലാസിഫൈ ചെയ്യേണ്ട ഒരു നീഡ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷനിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെ എന്നാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഹിസ്റ്ററിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ഇങ്ങനെ ഒരു തോട്ട്, അതായത് നമ്മുടെ എലമെൻസിനെ കുറച്ചുകൂടി ക്ലാസിഫൈ ചെയ്ത് കുറച്ചുകൂടി ഇതായിട്ട് വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും പഠിക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഒരാളുടെ തലയിൽ തോന്നിയത് കൊണ്ടാണ് ഇത്രയും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾക്ക് പഠിക്കാൻ കഴിഞ്ഞത്. സോ ആദ്യം തന്നെ ആരാണ് ഫസ്റ്റ് തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊരു കഥ പോലെ പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, പക്ഷെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ സിമ്പിളാണ് ഈ ഒരു പാർട്ട്. ഫസ്റ്റ് പാർട്ടാണിത്, അപ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് പാർട്ടിലായിരിക്കും കുറച്ചുകൂടി പണിയുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിലേക്ക് കടക്കാം. ആദ്യത്തെ നമ്മൾ പഠിക്കേണ്ടത് ആൻഡോയിൻ ലവോയിസിയറെ കുറിച്ചാണ്. ആൻഡോയിൻ ലവോയിസിയർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിനെ കുറിച്ച് എല്ലാവരും ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും. സോ പുള്ളിക്കാരെന്ന് വെച്ചാൽ എന്ത് ചെയ്തു, ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ചെയ്തു. എങ്ങനെയായിരുന്നു ക്ലാസിഫിക്കേഷൻ ചെയ്തത്? അന്ന് അറിയപ്പെട്ടിരുന്ന എലമെൻസിന് മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും, അതായത് അലോഹങ്ങളെന്നും രണ്ടായിട്ട് തിരിച്ചു. മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും രണ്ടായി തിരിച്ചു. ഇത്രയേ ഉള്ളൂ പുള്ളിക്കാരൻ്റെ ക്ലാസിഫിക്കേഷൻ. ഈ ഒരു പോയിന്റ് പഠിച്ചാൽ മതി. ആൻഡോയിൻ ലവോയിസിയർ ക്ലാസിഫൈഡ് എലമെൻറ്റ്സ് ഇൻറ്റു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മൾക്ക് അറിയാം, ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, അതിന് കൂടെ തന്നെ ഉപലോഹങ്ങളുമുണ്ട്. അതായത് ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും ഒരേ സ്വഭാവം സാദൃശ്യം കാണിക്കുന്നതിനാണ് നമ്മൾ ഉപലോഹം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഉപലോഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇല്ലേ? പക്ഷെ അതെന്ന് വെച്ചാൽ അതിനെയും കൂടി ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ്റെ സമയത്ത് അതൊരു ലിമിറ്റേഷനായിട്ട് വന്നു. അതെന്ത് ചെയ്തിട്ടില്ല, ക്ലാസിഫൈ ചെയ്തിട്ടില്ല. നോ പ്ലേസ് ഫോർ മെറ്റലോയിഡ്സ് എന്നാണ് ഇതിന് ഉത്തരം വരുന്നത്, ലിമിറ്റേഷനും. സോ എന്താണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ? ആൻഡോയിൻ ലവോയിസിയർ ക്ലാസിഫൈഡ് എലമെൻറ്റ്സ് ഇൻറ്റു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നോ പ്ലേസ് ഫോർ മെറ്റലോയിഡ്. ഓക്കെ, അത്രയേ ഉള്ളൂ. മെറ്റലോയിഡ്സിന് സ്ഥലം കൊടുത്തില്ല. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിൻ്റെ നോൺ മെറ്റൽസിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുന്നവയാണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ഡൊബറീനേഴ്സ് ലോ ഓഫ് ട്രിയാഡ്. ഡൊബറീനർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് പിന്നീട് ക്ലാസിഫിക്കേഷൻ ചെയ്തു. സ്പെല്ലിംഗ് ഓർത്ത് വെക്കണം, DOBEREINER. ഡൊബറീനർ. റീനറിന് REI ഉണ്ട് കേട്ടോ. അപ്പം ഡൊബറീനർ എന്ന് വെച്ചാൽ ഡൊബറീനെ ക്ലാസിഫൈഡ് എലമെൻറ്റ്സ് ഇൻറ്റു ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റ്. അറ്റോമിക് വെയ്റ്റ് തന്നെയാണെങ്കിൽ നമ്മൾ കുറേ സയൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ പോയിന്റ് എഴുതാം. സോ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അറ്റോമിക് വെയ്റ്റ് കൂടി വരുന്ന അടിസ്ഥാനത്തിലായിരുന്നു ഡൊബറീനർ ക്ലാസിഫൈ ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു, ഗ്രൂപ്പായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. അതായത് എലമെൻസിന് ഒരു ഗ്രൂപ്പാക്കി. ഹി ക്ലാസിഫൈഡ് എലമെൻറ്റ്സ് ഇൻറ്റു എ ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ സ്പെഷ്യാലിറ്റി വെച്ചാൽ ഈച്ച് ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് 3 എലമെൻറ്റ്സ്. ഓരോ ഗ്രൂപ്പിലും 3 എലമെൻറ്റ്സ് മാത്രമേ കൺസിസ്റ്റ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറഞ്ഞു, ട്രയാഡ് എന്ന് വിളിച്ചു. ഓരോ ഗ്രൂപ്പിലും 3 എലമെൻറ്റ്സ് മാത്രം കൺസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ ട്രയാഡ് എന്ന് വിളിച്ചു. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ അതിലൊരു മിഡിലിലൊരു എലമെൻ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നത്തെയും ബാക്കത്തെയും 2 എലമെൻസിനെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്തതായിരിക്കും. അതായത് അതിൻ്റെ ആവറേജ് കണ്ടതായിരിക്കും ആ നടുക്കത്തെ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് അറ്റോമിക് വെയ്റ്റ് ഓഫ് ദ മിഡിൽ വൺ ഈസ് ദ ആവറേജ് ഓഫ് ദ അതർ 2 എലമെൻറ്റ്സ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഇതിന് എക്സാമ്പിൾസ് നമ്മൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. ലിഥിയം
സോഡിയം, പൊട്ടാസ്യം, ലിനാക്ക് എന്ന് പഠിച്ചു നോക്കാം. ലിനാക്ക് ലിഥിയത്തിൻ്റെ അത് 7 അറ്റോമിക് വെയിറ്റ്. പഠിക്കണം എന്നില്ല, പക്ഷെ ഞാൻ ഈ ഒരു ടേബിൾ മാത്രം പഠിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഏത് ലിഥിയത്തിൻ്റെയും സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലിനാക്കിൻ്റെ എന്ന് പഠിച്ചു വെക്കാം. ലിഥിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് 7 ആണ്. സോഡിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് എന്ന് വെച്ചാൽ 23 ആണ്. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് വെച്ചാൽ 39 ആണ്. അതായത് ഈ ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അറ്റോമിക് വെയിറ്റ് തമ്മിൽ കൂട്ടുക. 39ഉം 77ഉം കൂട്ടിയാൽ എന്ത് കിട്ടും? 46 കിട്ടും. ഈ 46ൻ്റെ പകുതിയാണല്ലോ 23, അതായത് സോഡിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ്. അപ്പോൾ ഇതായിരുന്നു പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഓൺലി അപ്ലിക്കബിൾ ഓൺലി ടു എ ഫ്യൂ എലമെൻസിന്, അതായത് ഓൺലി അപ്ലിക്കബിൾ ടു എ ഫ്യൂ എലമെൻറ്റ്സ്, കുറച്ച് എലമെൻസിന് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. ഇനി അടുത്തതെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ലിമിറ്റേഷൻ. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ AEBD ക്യാൻ കോർട്ടോയിസ്. AEBD ക്യാൻ കോർട്ടോയിസ് സ്പെല്ലിംഗ് നന്നായിട്ട് പഠിച്ചു വെക്കുക. AEB, എയും ഇയും ബിയും എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ DE ക്യാൻ കോർട്ടോയിസ്, CHAN ക്യാൻ കോർട്ടോയിസ്, COURTOIS. അപ്പോൾ അദ്ദേഹവും എന്തായിരുന്നു? എലമെൻസിൻ്റെ അറ്റോമിക് വെയ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ തന്നെയായിരുന്നു ക്ലാസിഫൈ ചെയ്തത്. അതിൽ 2 പോയിന്റ്സ് പഠിക്കാനുള്ളൂ. ഒന്നത്, രണ്ടാമത്തത് സിലിണ്ടറിക് ടേബിൾ ആയിട്ടായിരുന്നു പുള്ളിക്കാരൻ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ടേബിൾ പോലെ, ഒരു സിലിണ്ടറിക് ടേബിൾ പോലെ അറേഞ്ച് ചെയ്തു ടു ഡിസ്പ്ലേ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. അതായത് നമ്മുടെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സിനെ എന്ത് ചെയ്തു? ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിലിണ്ടറിക്കൽ ടേബിളായിരുന്നു പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തത്. സോ അത്രയേ ഉള്ളൂ. ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റിനനുസരിച്ചായിരുന്നു ക്ലാസിഫൈ ചെയ്തത്. സിലിണ്ടറിക്കൽ ടേബിളായിട്ട് അറേഞ്ച് ചെയ്തു. ഹി made a cylindrical table to display periodic properties of elements. He made a cylindric table to display periodic properties of elements. He made a cylindric table to display periodic properties of elements. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ലോതർ മേയറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പം പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ എലമെൻസിന്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ അറ്റോമിക് വോളിയം ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. ഹി പ്ലോട്ടഡ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ലൈക്ക് അറ്റോമിക് വോളിയം, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് എഗെയിൻസ്റ്റ് അറ്റോമിക് വെയ്റ്റ്. അതായത് അറ്റോമിക് വെയ്റ്റിനെതിരായിട്ട് പുള്ളിക്കാരൻ എന്തൊക്കെ കൊടുത്തു? ഫിസിക്കൽ പ്രോപ്പർട്ടീസായ അറ്റോമിക് വോളിയം കൊടുത്തു, മെൽറ്റിംഗ് പോയിന്റ് കൊടുത്തു, ബോയിലിംഗ് പോയിന്റ് തുടങ്ങിയ പ്രോപ്പർട്ടീസൊക്കെ കൊടുത്തു. ആൻഡ് ഒബ്റ്റെയിൻഡ് ദാറ്റ്. ആൻഡ് അവർ കണ്ടെത്തിയത് എന്താ വെച്ചാൽ ഈ പീരിയോഡിക് ടേബിളിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇതെന്തെന്ന് ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇനി അത്രയേ ഉള്ളൂ അത്. He plotted the physical properties of elements like atomic volume, melting point and boiling point against atomic weight and obtained a periodically repeated pattern. അത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ആണ്. ന്യൂലാൻഡ്സിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സ് ആണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ന്യൂലാൻഡ്സിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് വെച്ചാൽ ഒക്ടാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ 8 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റിൻ്റെ ബേസിൽ തന്നെയാണ് എലമെൻറ്റ്സിൽ ക്ലാസിഫൈ ചെയ്തത്. ഇതിൽ എന്താ സ്പെഷ്യാലിറ്റി വെച്ചാൽ ഓരോ 8ാമത് വരുന്ന എലമെൻറ്റ്സിൻ്റെയും, അതായത് ഓരോ 8ാമത് വരുന്ന എലമെൻറ്റ്സിനും എന്തിട്ടുണ്ട്? ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് എന്തെല്ലോ സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പം 1ഉം 8ഉം, 2ഉം 9ഉം, 3ഉം 10ഉം, അങ്ങനെ 8 എലമെൻറ്റ്സ് ഡിഫറൻസ് വരുന്ന ഇതുണ്ടല്ലോ. ആ ഒരു പാറ്റേണിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ടെന്നായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ റിലേഷൻഷിപ്പ് ഈസ് ജസ്റ്റ് ലൈക്ക് എ റിസംബ്ലൻസ് ഓഫ് ഫസ്റ്റ് ആൻഡ് 8 മ്യൂസിക്കൽ നോട്ട്സ്. റിസംബ്ലൻസ് ഓഫ് ഫസ്റ്റ് ആൻഡ് 8 മ്യൂസിക് നോട്ട്സ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ, അതായത് നമ്മുടെ സരിഗമപായിൽ 1ാമത്തെ സാവും 8ാമത്തതും സായിലാണ് അവസാനിക്കുന്നത്. സോ അത് തമ്മിൽ എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ആയിരുന്നു ഇതിലും സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൻ്റെയും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഓൺലി അപ് ടു കാൽസ്യം വരെ മാത്രമേ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ
നമ്മുടെ നോബൽ ഗ്യാസസ് ഉണ്ടല്ലോ, ഈ നോബൽ ഗ്യാസസിന് ഇതിൽ ചേർത്താൽ ഇതാകെ ഈ ക്ലാസിഫിക്കേഷനൊക്കെ പോയി കിട്ടും. അതായത് കനോട്ട് കൺസിഡർ നോബൽ ഗ്യാസ്, ഇതിൽ നോബൽ ഗ്യാസ് വരുത്താനാവില്ല. കാരണം നോബൽ ഗ്യാസസിന് എന്തൊക്കെയോ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം മറ്റ് എലമെൻസുമായിട്ട് നോക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. സോ നോബൽ ഗ്യാസസിനെ ഇതിൽ ചേർക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു വേറൊരു എക്സെപ്ഷൻ. ഇനി ലാസ്റ്റ് വണ്ണാണ് പഠിക്കാൻ പോകുന്നത് മെൻ്റലീവ്സിനെ കുറിച്ച്. മെൻ്റലീവ്സ് കഴിഞ്ഞാൽ ലാസ്റ്റ് അല്ല, എന്നാൽ നമ്മുടെ ഈ ഒരു ലെവലത്തെ ലാസ്റ്റ് വണ്ണാണ് പഠിക്കാൻ പോകുന്നത്. അത്രയേ ഇന്ന് പഠിക്കാനുള്ളൂ. സോ മെൻ്റലീവ്സ് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ, അതും എന്ത് ചെയ്യുന്നുണ്ട്, അറ്റോമിക് വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മെൻ്റലീവ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തത്. പുള്ളിക്കാരൻ പറഞ്ഞത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക്, ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്സ്. മെൻ്റലീവ്സിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അത് ലൈവ് കുറച്ച് ലെങ്തി ആവുന്നതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സി യു.